നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാർ നിലവിൽ വന്നു. വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും UK വാണിജ്യ സെക്രട്ടറി ജൊനാഥൻ റെയ്നോൾഡ്സും കരാറിൽ ഒപ്പുവച്ചു. G7 രാജ്യങ്ങളുമായി ശക്തമായ സാമ്പത്തിക സഹകരണത്തിന് ഇന്ത്യ. 10 വർഷത്തിനിടെ ഈ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതിയിലെ സംയോജിത വാർഷിക വളർച്ച 13% റിപ്പോർട്ട്. ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ശക്തമായ വളർച്ചയെന്ന് ഫിച്ച് റേറ്റിംഗ്. സ്ഥാപനങ്ങളുടെ സാമ്പത്തിക അടിത്തറ ശക്തമാണെന്നും റിപ്പോർട്ട്. 2030ഓടെ സ്വകാര്യ മേഖലയിലെ മൂലധനം ഇരട്ടിയാകുമെന്ന് S&P. നിർമ്മാണ മേഖലയിലെ പദ്ധതി കാലതാമസത്തിൽ ജാഗ്രത വേണമെന്നും മുന്നറിയിപ്പ്. ഇറാൻ-ഇസ്രായേൽ സംഘർഷം രൂക്ഷമാവുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച് ഇന്ധന കമ്പനികൾ. ഹോർമുസ് കടലിടുക്ക് അടച്ചാൽ ആഗോള ഇന്ധന വിതരണം തടസ്സപ്പെടുമെന്ന് ഷെൽ PLC. വിശദമായ വാർത്തകൾ നോക്കാം. തുടർച്ചയായ മൂന്നാം ദിവസവും ഇന്ത്യൻ ഓഹരി വിപണി നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 82.79 പോയിന്റ് അഥവാ 0.1% ഇടിഞ്ഞ് 81,361.87-ലും നിഫ്റ്റി 18.8 പോയിന്റ് അഥവാ 0.08% ഇടിഞ്ഞ് 24,793.25-ലും ക്ലോസ് ചെയ്തു. സെൻസെക്സ് ഓഹരികളിൽ അദാനി പോർട്സ്, ബജാജ് ഫിനാൻസ്, ടെക് മഹീന്ദ്ര, ഇൻഡസ്ഇൻഡ് ബാങ്ക്, നെസ്ലെ, ടാറ്റ സ്റ്റീൽ എന്നിവ ഇടിവ് രേഖപ്പെടുത്തി. അതേസമയം മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ടൈറ്റൻ, ലാർസൻ ആൻഡ് ട്യൂബ്രോ, ഭാരതി എയർടെൽ, മാരുതി എന്നിവ നേട്ടമുണ്ടാക്കി. സെക്ടർ സൂചികകളിൽ നിഫ്റ്റി ഓട്ടോ ഒഴികെ മറ്റെല്ലാ മേഖലാ സൂചികകളും ഇന്ന് നഷ്ടത്തിൽ അവസാനിച്ചു. G7 രാജ്യങ്ങളുമായി ശക്തമായ സാമ്പത്തിക സഹകരണത്തിന് ഇന്ത്യ. 10 വർഷത്തിനിടെ ഈ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതിയിലെ സംയോജിത വാർഷിക വളർച്ച 13% റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി G7 ഉച്ചകോടിയിൽ പങ്കെടുത്ത് തിരികെ എത്തിയതിന് പിന്നാലെയാണ് G7 രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സഹകരണത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നത്. ഡാറ്റാ സയൻസ് സ്ഥാപനമായ റുബിക്സ് ആണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. റിപ്പോർട്ട് പ്രകാരം 2025 സാമ്പത്തിക വർഷത്തിൽ ഈ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി $138 ബില്യൺ ആണ്. മൊത്തം വ്യാപാരം $248 ബില്യൺ ആയിരുന്നു. മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെയുള്ള ടെലികോം ട്രാൻസ്മിഷൻ ഉപകരണങ്ങൾ, ഫാർമ എന്നിവയാണ് ഇന്ത്യയിൽ നിന്ന് G7 രാജ്യങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്തത്. എന്നാൽ നിലവിൽ വ്യാപാരം, ഊർജ്ജം, ബഹിരാകാശം, ശുദ്ധമായ ഊർജ്ജം, നിർണായക ധാതുക്കൾ, വളങ്ങൾ തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തമാക്കാനാണ് നീക്കം. മോദി കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തിയതാണ് ഇത്തവണത്തെ G7ലെ മികച്ച നേട്ടം. ഒരു ദശാബ്ദത്തിനിടെ പ്രധാനമന്ത്രി മോദിയുടെ കാനഡയിലേക്കുള്ള ആദ്യ സന്ദർശനവും 3ാം തവണയും അധികാരമേറ്റതിനു ശേഷം കാർണിയുമായി നടത്തിയ ആദ്യ കൂടിക്കാഴ്ചയുമാണിത്. ആശയവിനിമയത്തിനിടെ ഉഭയകക്ഷി ബന്ധം പുനഃസ്ഥാപിക്കാനും കൂടുതൽ ആഴത്തിലാക്കാനുമുള്ള താൽപര്യം ഇരു നേതാക്കളും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ശക്തമായ വളർച്ചയെന്ന് ഫിച്ച് റേറ്റിംഗ്. സ്ഥാപനങ്ങളുടെ സാമ്പത്തിക അടിത്തറ ശക്തമാണെന്നും റിപ്പോർട്ട്. വൈവിധ്യമാർന്ന സാമ്പത്തിക സേവനങ്ങളാണ് ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത്. നഗരങ്ങളിൽ വീട് അല്ലെങ്കിൽ കാർ വായ്പകൾ പോലുള്ള സുരക്ഷിത വായ്പകൾക്ക് മത്സര കഠിനമാണ്. എന്നാൽ ഗ്രാമങ്ങളിൽ NBFCകൾ നേരിടുന്നത് കുറഞ്ഞ മത്സരമാണ്. വായ്പാ കാര്യങ്ങളിൽ ബാങ്കുകൾക്കൊപ്പമുള്ള വിശ്വാസ്യത അവയ്ക്കുണ്ട്. 2024 സെപ്റ്റംബർ അവസാനം വരെയുള്ള കണക്കനുസരിച്ച് 17 NBFCകളാണ് മേഖലയിലെ മൊത്തം വായ്പാ വിപണി വിഹിതത്തിന്റെ 33% കൈവശം വെച്ചിരിക്കുന്നത്. ഇക്കാലയളവിലെ ഇവയുടെ വായ്പാ വളർച്ചാ നിരക്ക് 20%. NBFCകളുടെ മൊത്തം വളർച്ചാ നിരക്ക് 9% നിൽക്കുമ്പോഴാണിത്. അവരുടെ കടം ഇക്വിറ്റി അനുപാതം 2021 4.5 മടങ്ങായിരുന്നത് 2025 സാമ്പത്തിക വർഷത്തിന്റെ മധ്യത്തോടെ 4.3 മടങ്ങായി കുറഞ്ഞു. കൂടുതൽ മൂലധനം സമാഹരിച്ചും ബിസിനസിനുള്ളിൽ ലാഭം നിലനിർത്തിയും കോവിഡ് കാലത്തും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 2030ഓടെ സ്വകാര്യ മേഖലയിലെ മൂലധനം ഇരട്ടിയാകുമെന്ന് S&P. നിർമ്മാണ മേഖലയിലെ പദ്ധതി കാലതാമസത്തിൽ ജാഗ്രത വേണമെന്നും മുന്നറിയിപ്പ്. സർക്കാരിന്റെ മൂലധന വിനിയോഗം ഉയരുകയാണ്. കോവിഡ് കാലത്തിന് മുൻപുള്ളതിനേക്കാൾ പദ്ധതി പ്രഖ്യാപനങ്ങൾ ഇരട്ടിയായത് ഇതിന് ഉദാഹരണമാണെന്നും S&P ഗ്ലോബൽ ചൂണ്ടിക്കാട്ടി. 20 ലക്ഷം കോടിയിൽ നിന്ന് 40 ലക്ഷം കോടിയായാണ് ഇത് ഉയർന്നത്. പ്രത്യേകിച്ച് പുനരുപയോഗ ഊർജ്ജം, ഗതാഗതം പോലുള്ള അടിസ്ഥാന സൗകര്യ മേഖലകളിലെ പദ്ധതികൾക്കായാണ് പണം ചെലവഴിക്കുന്നത്.
ഇത് സ്വകാര്യ മേഖലയിൽ ശക്തമായ നിക്ഷേപം എത്തിക്കുമെന്നാണ് S&P ഡയറക്ടർ നീൽ ഗോപാലകൃഷ്ണൻ പറയുന്നത്. അതേസമയം പദ്ധതി പ്രഖ്യാപനങ്ങൾ ഉയർന്നിട്ടും യഥാർത്ഥ പദ്ധതി നിർവഹണ നിരക്ക് പണപ്പെരുപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ അത്ര മികച്ചതല്ലെന്ന മുന്നറിയിപ്പാണ് CMIEയുടെ MDയും CEOയുമായ മഹേഷ് വ്യാസ് നൽകിയത്. നിലവിലെ നിക്ഷേപങ്ങൾ ഒരു പ്രധാന പങ്ക് സർക്കാർ നടത്തുന്നതാണെന്നും ഉൽപ്പാദനം ഇപ്പോഴും പിന്നിലാണെന്നും വ്യാസ് ചൂണ്ടിക്കാട്ടി. താരിഫുകളും അധികമായി ചൈന അടക്കം ഇന്ത്യയിലേക്ക് എത്തിക്കുന്ന ഉൽപ്പന്നങ്ങളും ആഗോള അനിശ്ചിതത്വങ്ങൾ കണക്കിലെടുക്കുമ്പോൾ സ്വകാര്യ നിക്ഷേപത്തെക്കുറിച്ച് ജാഗ്രത പാലിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാവുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച് ഇന്ധന കമ്പനികൾ. ഹോർമുസ് കടലിടുക്ക് അടച്ചാൽ ആഗോള ഇന്ധന വിതരണം തടസ്സപ്പെടുമെന്ന് ഷെൽ PLC. ആഗോള ഇന്ധന വിതരണത്തിന്റെ 1/4 ഭാഗം കടന്നുപോകുന്നത് ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. യുദ്ധം രൂക്ഷമായതോടെ ഇറാൻ ഈ കടൽപാത അടച്ചിടാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട്. ഇതോടെയാണ് ആഗോള ഇന്ധന വിപണി രൂക്ഷമായ പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് കമ്പനി നൽകുന്നത്. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലായിരിക്കും ഇത് കൂടുതലായി ബാധിക്കുക. സംഘർഷത്തിൽ US ഇടപെടലുണ്ടായാൽ സ്ഥിതി കൂടുതൽ സങ്കീർണമാകുമെന്ന് ഷെല്ലിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ വെയിൽ സാമൻ പറഞ്ഞു. ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നത് പരിഗണനയിലാണെന്ന് ഇറാൻ പാർലമെന്റിന്റെ സുരക്ഷാ കമ്മീഷൻ അംഗം സർദാർ ഇസ്മായിൽ കൌസാരി പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഇറങ്ങിക്കളിക്കുന്നത് എണ്ണ ഗ്യാസ് വിതരണം അടിമുടി ബാധിക്കും. എണ്ണയുടെ വില കുത്തനെ ഉയരും. ചരക്ക് ഗതാഗതം സ്തംഭിക്കും. അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ പ്രതിസന്ധി നേരിടും. ഏഷ്യയിലേക്കുള്ള ചരക്ക് കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് വഴിയാണ് പോകുന്നത്. ഇത് ഇന്ത്യയെയും ബാധിക്കും. US എനർജി ഇൻഫർമേഷന്റെ കണക്കുകൾ പ്രകാരം 2022 പ്രതിദിനം ശരാശരി 21 മില്യൺ ബാരൽ എണ്ണയാണ് ഇതുവഴി കടന്നുപോകുന്നത്. ഹോർമുസ് കടലിടുക്കിനെ മറികടക്കുന്നതിനായുള്ള പൈപ്പുകൾ നിലവിൽ സൗദി അറേബ്യയ്ക്കും UAEക്കും മാത്രമാണുള്ളത്. സൗദി അറേബ്യ, ഇറാഖ്, കുവൈറ്റ്, UAE, ഖത്തർ, ഇറാൻ തുടങ്ങിയ പ്രധാന ഉൽപ്പാദകരിൽ നിന്നുള്ള അസംസ്കൃത എണ്ണയുടെയും ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെയും പ്രധാന കയറ്റുമതി മാർഗമാണിതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നേരത്തെ ഹോർമുസ് വഴി കടന്നുപോകുന്ന കപ്പലുകളെ ഇറാൻ മുമ്പ് ലക്ഷ്യം വെച്ചിരുന്നു. കൂടാതെ റൂട്ട് അടയ്ക്കുമെന്ന് ആവർത്തിച്ച് ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തെ പണപ്പെരുപ്പ പ്രവണതകൾ ഒരേ സമയം ആശ്വാസവും ആശങ്കയും നൽകുന്നതെന്ന് ക്രിസിൽ റിപ്പോർട്ട്. ജാഗ്രത പുലർത്തേണ്ടത് ഭക്ഷ്യ ഇന്ധന ഇതര പണപ്പെരുപ്പത്തിൽ. 2025 മെയ് മാസത്തിൽ ഉപഭോക്തൃ വില സൂചിക അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പം 2.8% കുറഞ്ഞു. ഇത് സമ്പദ് വ്യവസ്ഥയ്ക്ക് നല്ല സൂചനയാണ് നൽകുന്നത്. ഭക്ഷ്യ പണപ്പെരുപ്പത്തിലെ കുറവ് ചില്ലറ പണപ്പെരുപ്പ് കണക്ക് കുറയ്ക്കാൻ സഹായിക്കും. എന്നാൽ ഭക്ഷണവും ഇന്ധനവും ഒഴികെയുള്ള കോർ പണപ്പെരുപ്പം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പുതിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുമെന്നും ക്രിസിൽ പറഞ്ഞു. പൊതുവെ കോർ പണപ്പെരുപ്പത്തിലെ വർധന ആഭ്യന്തര ആവശ്യകതയെ ശക്തിപ്പെടുത്തും. എന്നാൽ സമീപകാല ഉയർച്ചയുടെ ഭൂരിഭാഗവും ആഭ്യന്തര ഘടകങ്ങളെക്കാൾ ആഗോള സാമ്പത്തിക ചാഞ്ചാട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതാണ് വെല്ലുവിളിയാകുന്നതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. മെയ് മാസത്തിൽ മൊത്ത വിലപ്പെരുപ്പത്തിന്റെ 60%-ലധികം വരുന്ന നിർമ്മിത ഉൽപ്പന്നങ്ങളുടെ പണപ്പെരുപ്പ് നിരക്ക് മെയ് മാസത്തിൽ 2.04% വളർന്നിട്ടുണ്ടെന്നാണ് സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ വർധന. ഗ്രാമിന് 15 രൂപയും പവന് 120 രൂപയുമാണ് ഇന്ന് വർദ്ധിച്ചത്. ഇതോടെ സ്വർണം ഗ്രാമിന് 9,265 രൂപയും പവന് 74,120 രൂപയുമായി ഉയർന്നു. 18 ക്യാരറ്റ് സ്വർണത്തിനും വില ഉയർന്നു. ഗ്രാമിന് 10 രൂപ വർദ്ധിച്ച് 7,600 രൂപ നിരക്കിലാണ് ഇന്ന് വ്യാപാരം നടന്നത്. വെള്ളി വിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 118 രൂപയാണ് വിപണി വില. കേരള വാർത്തകൾ നോക്കാം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് പൂർത്തിയായി. പോളിംഗ് 70.76% കടന്നിരിക്കുന്നു. രാവിലെ മുതൽ ബൂത്തുകളിലെല്ലാം വോട്ടർമാരുടെ നീണ്ട നിരയാണുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി അനീഷാണ് ചേരുന്നത്. അനീഷ്, മഴ വോട്ടിങ്ങിനെ ബാധിച്ചില്ല എന്ന് തന്നെ പറയാമല്ലേ? കാരണം 70% കഴിഞ്ഞിരിക്കുന്നു വോട്ടിംഗ്. 75.23 എന്ന മുൻ വർഷത്തെ വോട്ടിംഗ് ശതമാനം മറികടക്കുമെന്ന് പ്രതീക്ഷിക്കാമോ? വിദ്യ, ഈ കനത്ത മഴയിലും നിലമ്പൂർ ജനത വളരെ ആവേശത്തോടെയാണ് വിധി എഴുതുന്നത്. അതായത് നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം അനുസരിച്ച് പോളിംഗ് ശതമാനം 70% പിന്നിട്ടിരിക്കുകയാണ്. ഈ ഒരു ട്രെൻഡ് തുടർന്നാൽ, അതായത് 2021 തെരഞ്ഞെടുപ്പിൽ 75% പോളിംഗ് ആയിരുന്നു നിലമ്പൂർ മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയിരുന്നത്. ഈ രാവിലെ മുതലുണ്ടായിരുന്ന ഈ ഒരു ട്രെൻഡ് തുടർന്നാൽ 75% മറികടക്കുമെന്നൊരു പ്രതീക്ഷയിലായിരുന്നു എല്ലാ മുന്നണികളിലും ഉണ്ടായിരുന്നത്. ഈ രാവിലെ 7 മണിക്ക് പോളിംഗ് ആരംഭിച്ചപ്പോൾ മുതൽ പോളിംഗ് ബൂത്തുകളിൽ ഒരു നീണ്ട ഒരു ക്യൂ ആണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും വോട്ടർമാരുടെ ഒരു ആവേശത്തിന് ഒട്ടും കുറവ് തന്നെ ഉണ്ടായിട്ടില്ല. ഇടയ്ക്ക് മഴ ശമിക്കുമ്പോൾ പഴയതുപോലെ തന്നെ പോളിംഗ് ബൂത്തുകളിൽ വീണ്ടും വലിയ ഒരു ക്യൂ ആണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്.
ഈ നഗര ഗ്രാമപ്രദേശങ്ങളിലെ ബൂത്തുകളിൽ ജനപങ്കാളിത്തം വളരെ കൂടുതലാണ്. അവിടെ പോളിംഗ് ബൂത്തുകളിൽ വലിയൊരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ആദിവാസി മേഖലയിൽ പൊതുവെ ഒരു മന്ദഗതിയിലുള്ള ഒരു പോളിംഗ് ആണ് നടന്നത്. ഈ 1-2 ബൂത്തുകളിൽ അല്പസമയം ഈ വോട്ടിംഗ് മെഷീൻ പണിമുടക്കിയത് ഒഴിച്ചാൽ മറ്റ് പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. നിലവിൽ മണ്ഡലത്തിൽ 2,32,000 വോട്ടർമാരാണ് ഉള്ളത്. അതിൽ ഏകദേശം 70% വന്ന് പോളിംഗ് ചെയ്തു, വോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് മഴ പോളിംഗിനെ ബാധിച്ചില്ല എന്ന് വേണം നമ്മൾ അതിനകത്ത് മനസ്സിലാക്കാൻ. നിലവിൽ മത്സരരംഗത്ത് ഈ ഉപതെരഞ്ഞെടുപ്പിലെ മത്സരരംഗത്ത് 10 സ്ഥാനാർത്ഥികളാണുള്ളത്. ഈ 10 സ്ഥാനാർത്ഥികളും വലിയ വിജയ പ്രതീക്ഷയിലാണ്. വോട്ടിംഗ് ദിനമായ ഇന്നും ഈ സ്ഥാനാർത്ഥികളെല്ലാം വലിയ വിജയ പ്രതീക്ഷയാണ് നമ്മളുമായിട്ട് പങ്കുവെച്ചത്. ഈ LDF സ്ഥാനാർത്ഥി M സ്വരാജ് പറഞ്ഞത് താൻ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണെന്നാണ്. അതുപോലെ തന്നെ ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ ഒരു പ്രതികരണം വന്നത്. അതുപോലെ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെയും മുൻ MLA-മായ PV അൻവർ പറഞ്ഞത് 75,000-ലധികം വോട്ട് താൻ ഉപതെരഞ്ഞെടുപ്പിൽ നേടുമെന്നാണ്. അതുപോലെ തന്നെ മണ്ഡലത്തിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കുമെന്നാണ് BJP-യുടെ ഒരു സ്ഥാനാർത്ഥിയും പറഞ്ഞത്. ഏതായാലും അവരുടെ ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ട് എന്ന് തന്നെ നമുക്കതിനൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും 23-ാം തീയതി വോട്ടിന്റെ ഫലം വരുന്നിടം വരെ നമുക്ക് കാത്തിരിക്കാൻ വിദ്യ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പോളിംഗ് സമയം അവസാനിച്ചിരിക്കുകയാണ്. മുന്നണികളെല്ലാം വിജയപ്രതീക്ഷയിലാണ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഈ മാസം 23-ന്, അതായത് തിങ്കളാഴ്ച, നമുക്ക് ഫലം അറിയാനായി കാത്തിരിക്കാം. വാർത്തയുടെ വിശദാംശങ്ങളാണ് അനീഷ് നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം. അടുത്ത 5 ദിവസത്തെ മഴ സാധ്യതാ പ്രവചനത്തിൽ കാലാവസ്ഥാ വകുപ്പ് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. ഇന്ന് 11 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. നദികളിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ജലസേചന വകുപ്പ് പ്രളയ സാധ്യതാ മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി അമലാണ് ചേരുന്നത്. അമൽ, ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നു. 2 നദികളിൽ പ്രളയ സാധ്യത മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട്. വിശദാംശങ്ങൾ. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രവചനം. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട് ജില്ലകളിൽ ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് നിലനിൽക്കുകയാണ്. ഇവിടെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം. ഇവിടങ്ങളിൽ 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കാമെന്നും കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. വടക്കൻ കേരള തീരം മുതൽ വടക്കൻ കൊങ്കൺ തീരം വരെ തീരദേശ പാത്തിയും രൂപപ്പെട്ടിരിക്കുന്നു. ജാർഖണ്ഡിനും ഗംഗാതട പശ്ചിമ ബംഗാളിന് മുകളിലുമായി ശക്തി കൂടിയ ന്യൂനമർദ്ദവും ഇതോടൊപ്പം രൂപപ്പെട്ടിരിക്കുന്നു. ഇതിനു പുറമെ സംസ്ഥാനത്തെ ചില നദികളിൽ പ്രളയ സാധ്യത മുന്നറിയിപ്പും ജലസേചന വകുപ്പ് നൽകി. അപകടകരമായ നിലയ്ക്ക് മുകളിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്നാണ് ചില നദികളിൽ ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട മണിമലയാറിൽ തോണ്ടറ സ്റ്റേഷനിൽ ഓറഞ്ച് അലർട്ടും തൃശൂർ കരുവന്നൂർ പുഴയിലെ കുറുമാലി, കരുവന്നൂർ സ്റ്റേഷനുകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇവിടങ്ങളിലുള്ളവർ ഈ നദിയിൽ ഇറങ്ങുവാനോ നദി മുറിച്ച് കടക്കുവാനോ പാടില്ലെന്നും അധികൃതർ മുന്നറിയിപ്പിൽ പറയുന്നു. തീരദേശത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കേണ്ടി വന്നാൽ അതിന് തയ്യാറാകണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. വിദ്യ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്നും ജാഗ്രതാ നിർദ്ദേശവുമാണ് കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത് അമലാണ്. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ കൂടുതൽ ആധുനികവൽക്കരിക്കുന്നതിനുള്ള പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് വ്യവസായ മന്ത്രി P. രാജീവ്. ചെറുകിട സംരംഭങ്ങൾക്കുള്ള ഉൽപാദന ചെലവ് കുറയ്ക്കാൻ കോമൺ ഫെസിലിറ്റേഷൻ സെന്ററുകൾ തുടങ്ങുമെന്നും മന്ത്രി അറിയിച്ചു. തിരുവനന്തപുരം പാപ്പനംകോടുള്ള സിഡ്കോയുടെ സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ശിലാസ്ഥാപന കർമ്മം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുറെ കാലം നഷ്ടത്തിലായിരുന്ന സിഡ്കോ ഇന്ന് മെച്ചപ്പെട്ട നിലയിലെത്തിയതായി വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് പറഞ്ഞു. സ്ഥാപനത്തിൽ നിലനിന്നിരുന്ന പല തെറ്റായ രീതികളും അവസാനിപ്പിക്കാൻ കഴിഞ്ഞു. കൂട്ടായ പ്രവർത്തനത്തിന്റെ പ്രതിഫലനമായി സിഡ്കോ തുടർച്ചയായി ലാഭത്തിലാണ്. ഇനിയും ഏറെ മുന്നോട്ടു പോകാനുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. വിദേശ നിക്ഷേപത്തിൽ കേരളത്തിന് കഴിഞ്ഞ 1 വർഷം കൊണ്ട് 100% വർധനവുണ്ടായി. ആന്ധ്രയെയും പഞ്ചാബിനെയും പിന്തള്ളി കേരളം 9ാം സ്ഥാനത്തെത്തിയെന്നും പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി പറഞ്ഞു. നമ്മുടെ ഏറ്റുമാനൂരിൽ സിഡ്കോ പുതുതായി ഫെസിലിറ്റേഷൻ സെന്റർ ആരംഭിച്ചു. കുറേ കാലമായിട്ടുള്ള ഒരു സ്വപ്നമായിരുന്നു. കോമൺ ഫെസിലിറ്റി സെന്റർ MSMEകൾക്ക് ഏറെ സഹായകരമായിരിക്കും. എന്നാൽ അതോടൊപ്പം
നമ്മുടെ സിഡ്കോ എസ്റ്റേറ്റുകളുടെ മുഖച്ഛായ ഒന്ന് മാറ്റണം എന്ന് ഗവൺമെന്റ് പൊതുവെ കണ്ടിരുന്നു. ഞാൻ അവിടെയും പറഞ്ഞു, നമുക്ക് ഗവൺമെന്റിന്റെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളുണ്ട്, സിഡ്കോ എസ്റ്റേറ്റും ഉണ്ട്. ഇത് വേറൊരു കാലത്ത് നിൽക്കുന്നത് കിൻഫ്ര KSIDC വ്യവസായ പാർക്കുകളുണ്ട്. അതൊരു ആധുനിക മുഖമുള്ളതാണ്. സന്തോഷ് കൃഷി രണ്ടിലും പ്രവർത്തിച്ച് ഒരേ സമയം കുറച്ചു കാലം പ്രവർത്തിച്ചുകൊണ്ട് രണ്ടിന്റെ വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ നമ്മുടെ വ്യവസായ മേഖലയിൽ ഈ സംവിധാനങ്ങൾക്ക് മാറ്റം ഉണ്ടാക്കണം. സംസ്ഥാനത്തെ വ്യവസായ ഭൂപടത്തിൽ സിഡ്കോ വഹിച്ച പങ്ക് നിസ്തൂലമെന്ന ചടങ്ങിന് അധ്യക്ഷത വഹിച്ച തൊഴിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. പതിറ്റാണ്ടുകളായി ചെറുകിട സംരംഭകർക്ക് താങ്ങും തണലുമായി നിന്ന സംരംഭമാണ് സിഡ്കോ. സ്ഥാപനത്തിന്റെ അഭിമാനകരമായ വളർച്ച കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ ചാലകശക്തിയാണെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 3 സാമ്പത്തിക വർഷങ്ങളിൽ സിഡ്കോ തുടർച്ചയായി 200 കോടി രൂപയ്ക്ക് മുകളിൽ വിറ്റുവരവും പ്രവർത്തന ലാഭവും കൈവരിച്ചത് സ്ഥാപനത്തിന്റെ ദീർഘവീക്ഷണത്തിനും കാര്യക്ഷമതയ്ക്കുമുള്ള തെളിവാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ 3 സാമ്പത്തിക വർഷങ്ങളിൽ സിഡ്കോ തുടർച്ചയായി 200 കോടി രൂപയ്ക്ക് മുകളിൽ വിറ്റുവരവും പ്രവർത്തന ലാഭവും കൈവരിച്ചത് ഈ സ്ഥാപനത്തിന്റെ ദീർഘവീക്ഷണത്തിനും കാര്യക്ഷമതയ്ക്കും ഏറ്റവും വലിയ തെളിവാണ്. സുവർണ ജൂബിലി ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ സിഡ്കോ പാപ്പനംകോട് വ്യവസായ എസ്റ്റേറ്റിൽ ഒരു പുതിയ സുവർണ ജൂബിലി മന്ദിരം സർക്കാരിൻ്റെ അനുമതിയോടുകൂടി നിർമ്മിക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ മന്ദിരം സിഡ്കോയുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പൊതുവിതരണ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ മുഖ്യപ്രഭാഷണം നടത്തി. സിഡ്കോ ചെയർമാൻ CP മുരളി, മാനേജിംഗ് ഡയറക്ടർ R ജയശങ്കർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മൈഫിൻ TV, തിരുവനന്തപുരം. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാർ നിലവിൽ വന്നു. വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും UK വാണിജ്യ സെക്രട്ടറി ജൊനാഥൻ റെയ്നോൾഡ്സും കരാറിൽ ഒപ്പുവച്ചു. G7 രാജ്യങ്ങളുമായി ശക്തമായ സാമ്പത്തിക സഹകരണത്തിന് ഇന്ത്യ. 10 വർഷത്തിനിടെ ഈ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതിയിലെ സംയോജിത വാർഷിക വളർച്ച 13% റിപ്പോർട്ട്. ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ശക്തമായ വളർച്ചയെന്ന് ഫിച്ച് റേറ്റിംഗ്. സ്ഥാപനങ്ങളുടെ സാമ്പത്തിക അടിത്തറ ശക്തമാണെന്നും റിപ്പോർട്ട്. (2030) സ്വകാര്യ മേഖലയിലെ മൂലധനം ഇരട്ടിയാകുമെന്ന് S&P. നിർമ്മാണ മേഖലയിലെ പദ്ധതി കാലതാമസത്തിൽ ജാഗ്രത വേണമെന്നും മുന്നറിയിപ്പ്. ഇറാൻ-ഇസ്രായേൽ സംഘർഷം രൂക്ഷമാവുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച് ഇന്ധന കമ്പനികൾ. ഹോർമുസ് കടലിടുക്ക് അടച്ചാൽ ആഗോള ഇന്ധന വിതരണം തടസ്സപ്പെടുമെന്ന് ഷെൽ PLC. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.